പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക 1 ദിനവൃത്താന്തം 8-ാം അധ്യായമാണ്. ബെഞ്ചമിന്റെ സന്തതികൾ. ബെഞ്ചമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ: ബേല, അഷ്ബൽ, അഹാര, നോഹ, റാഹ. ബേലായുടെ പുത്രന്മാർ അബ്ദാർ, ഗേര, അബിഹൂദ്, അബിഷുവ, നാമാൻ, ആഹോവഹ്, ഗേര, ഷെഹുഫാൻ, ഹൂറാം. യേഹൂദിന്റെ പുത്രന്മാർ നാമാൻ, അഹിയ, ഗേര. ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബ തലവന്മാർ മനഹത്തിലേക്ക് നാടുകടത്തപ്പെട്ടു. ഊസായുടെയും അഹിഹൂദിന്റെയും പിതാവായ ഗേരായാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹൂഷീം, ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിന് ശേഷം ഷഹാറായമിന് മൊവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ ഹോദഷിൽ യോബാബ്, സിബിയ, മെഷ, മൽക്കാം, യവൂസ്, സഖിയ, മിർമ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഹൂഷിമിൽ അവന് അബിത്തൂബ്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. എൽപാലിന്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമത്. ഓനോ, ലോദ് എന്നീ പട്ടണങ്ങൾ പണിതത് ഷേമതാണ്. അയ്യാലോൺ നിവാസികളുടെ പിതൃകുടുംബ തലവന്മാരായ ബറിയ, ഷേമ എന്നിവർ ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹിയോ, ഷാഷാക്ക്, യാറാമോത്ത്, സെബദിയോ, ആരാദ്, ഏദർ, മിഖായേൽ, ഗിഷ്പ, യോഹ എന്നിവർ ബെറിയായുടെ പുത്രന്മാരാണ്. സെബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മെറായ്, ഇസ്ലിയ, യോബാബ് എന്നിവർ എൽപാലിന്റെ പുത്രന്മാർ. യാക്കിം, സിക്രി, സബ്ദി, എലിയേനായി, സില്ലത്തായി, എലിയേൽ, അദായ, ബറായ, ഷിമ്രാത്ത് എന്നിവർ ഷിമയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനനിയ, ഏലാം, അന്തോത്തിയ, ഇഫ്ദേയ, പെനുവേൽ എന്നിവർ ഷാഷാക്കിന്റെ പുത്രന്മാർ. ഷംഷറായ്, ഷഹറിയ, അബ്താലിയ, യാറഷിയ, ഏലിയ, സിക്രി എന്നിവർ യെറോഹാമിന്റെ പുത്രന്മാർ. തലമുറക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖന്മാരുമായ ഇവർ ജെറുസലേമിൽ പാർത്തു. ഗിബയോന്റെ പിതാവായ യെയിയേൽ ഗിബയോണിൽ പാർത്തു. അവന്റെ ഭാര്യ മാഖ. അവന്റെ ആദ്യജാതൻ അബ്തോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നാദാബ്, ഗദോർ, അഹിയോ, സേക്കർ. ഷിമയായുടെ പിതാവായ മിക്ലോത്ത്. ഇവർ ജെറുസലേമിൽ ചാർച്ചക്കാരോടൊത്ത് വസിച്ചു. സാവൂളിന്റെ കുടുംബം. നേറിന്റെ മകൻ കിഷ്, കിഷിന്റെ മകൻ സാവൂൾ. സാവൂളിന്റെ പുത്രന്മാർ ജോനാഥൻ, മൽക്കിഷുമ, അബിനാദാബ്, യഷ്ബാൽ. ജോനാഥന്റെ മകൻ മെരിബാൽ, മെരിബാലിന്റെ മകൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തരേയ, ആഹാസ്. ആഹാസിന്റെ മകൻ യഹോവാദ. യഹോവാദയുടെ പുത്രന്മാർ അലമേത്, അസ്മാവെത്ത്,
സിമ്രി. സിമ്രിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മോസ, ബിനേയ, റാഫ, എലയാസ, ആസേൽ. ആസേലിന്റെ പുത്രന്മാർ അസ്രിക്കാം, ബോക്കെറു, ഇസ്മായേൽ, ഷയാറിയ, ഒബാദിയ, ഹനാൻ എന്നീ 6 പേർ. അവന്റെ സഹോദരനായ യേഷക്കിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം, യവൂഷ്, എലിഫലത്ത്. ഊലാമിന്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു. അവർ പുത്രപൗത്രന്മാർ 150 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബെഞ്ചമിൻ ഗോത്രജരാണ്.